ഹലോ മുത്തുമണീസ്. അപ്പോൾ ദേ ഇന്ന് നേരം വെളുത്തു. ഇന്നലെ രാതിമയ്ക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നുള്ളൊരു വ്യൂ എടുത്തു കേട്ടോ, അതിൻ്റെ ചുറ്റുവട്ടം. അപ്പോൾ എല്ലാം ക്ലീനിങ് ജോലിക്കാരൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ 5 മണിയാകുമ്പോഴേക്കും ദാദിമയ്ക്ക് സോഡിയൊക്കെ ചെക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ കൊടകരയിലത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് ശാന്തി. അത്യാവശ്യം എല്ലാവിധ ട്രീറ്റ്മെൻറ്റും ഉണ്ട് കേട്ടോ. ഈ നേരത്തെ നമ്മുടെ കാർ പാർക്കിങ്ങിൻ്റെ അവിടെയൊക്കെ കാലിയേറ്റിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ അത് ഫുള്ളാവും കേട്ടോ. അപ്പോൾ അത്യാവശ്യം വേണ്ട എല്ലാവിധ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോഴേക്കും എന്ത് ചെയ്യും, നമ്മുടെ അബുക്കുട്ടൻ ദാദിമയ്ക്കുള്ള ഭക്ഷണമൊക്കെ കൊണ്ടുവന്നു. ദാദിമതേ ഞാൻ എണിപ്പിച്ച് ദാദിമേനെ ചായയൊക്കെ കൊടുത്ത് ഇന്നലത്തേക്കാളും നല്ല ഉഷാറായിട്ടുണ്ട്. നല്ലല്ല, വലിയ കുഴപ്പമില്ലാണ്ടായിട്ടുണ്ട്. പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിച്ചതേ അമ്മാമ്മ ദാദിമ ഉറക്കായി ഭക്ഷണം കഴിച്ച് വീണ്ടും. പിന്നെ നഴ്സുമാർ ഇടയ്ക്കിടയ്ക്ക് ചെക്കിങ്ങിനും കാര്യങ്ങൾക്ക് വരും. സോഡിയത്തിൻ്റെ മരുന്ന് കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ 125 കഴിഞ്ഞിട്ടുണ്ട്. ഒരു 130 ഡിസ്ചാർജ് ചെയ്തവർ തരുള്ളൂ. പിന്നെ ഷക്കീലത്തെ രാവിലെ തന്നെ വന്നു. അപ്പോൾ ഷക്കീലത്തേക്ക് നൂൽപൂട്ടായിരുന്നു. ഇത് പുതിയൊരു കാർ പാർക്കിങ്ങും കൂടി അവർ പണി കഴിച്ചുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെ തൊട്ടപ്പുറത്തെ സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ്. ഹോസ്പിറ്റലിൽ നിന്ന് 4 കിലോമീറ്ററുള്ള കനകമല. അതാണ് ഇവിടെ നിന്ന് ആ വ്യൂ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ ഈ ഹോസ്പിറ്റലിലെ എപ്പോഴും നിത്യസന്ദർശകരായ കാരണം കൊണ്ട് ഇവിടെയുള്ള സ്റ്റാഫിനും എല്ലാവർക്കും നമ്മളായിട്ട് നല്ല കമ്മിറ്റ്മെൻറ്റാണ് കേട്ടോ. അപ്പോൾ മണിക്കുട്ടിയുടെ വിശേഷം ചോദിച്ചതാണ്, മണിക്കുട്ടി ഒറ്റയ്ക്ക് കിടക്കുമെന്ന്. അപ്പോൾ ജതേ ഞാൻ അബു വന്നപ്പോൾ അബുവിൻ്റെ കൂടെ മണിക്കുട്ടീനെ കാണാനായിട്ട് ഓടിപ്പോയി കണ്ടു വന്നു. ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ ഞങ്ങളുടെ വീട്ടിലേക്ക്, 2.5 കിലോമീറ്ററൊക്കെ ദൂരമുള്ളൂ കേട്ടോ. പിന്നെ കനകമല ഇവിടെ നിന്ന് ഒരു 8 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയതാണ് കേട്ടോ. ഈവനിങ് ആയപ്പോൾ നമ്മുടെ ജാസ്മിക്കും സുട്ടുമോളും ഉണ്ടായിരുന്നു. വീട്ടിൽ പോയി. മാളുക്കുട്ടിയുടെ മാമയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക.